അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഏറെ സന്തോഷം. വിശുദ്ധ റമളാന്റെ അവധിക്ക് ശേഷം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള സംസ്ഥാനത്തെ അതോടൊപ്പം സംസ്ഥാനത്തിന് പുറത്തുമൊക്കെയുള്ള നമ്മുടെ മദ്രസകളുടെ പഠന ആരംഭം കുറിക്കുന്ന ദിവസം വരികയാണ്. വലിയ മാറ്റങ്ങളോട് കൂടിയാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിലും വലിയ മാറ്റങ്ങൾ നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതിയ പുസ്തകങ്ങൾ, പുതിയ പരിഷ്കാരങ്ങൾ, പുതിയ പഠന രീതികൾ എല്ലാം ഉൾപ്പെടുത്തിയുള്ള മനോഹരമായ പാഠ്യപദ്ധതി തയ്യാറാക്കി അതൊന്ന് വിശകലനം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ തയ്യാറാക്കുന്നത്. എൻ്റെ കയ്യിൽ പുതിയ പുസ്തകമാണ്. ഇതുപോലെ 4 ക്ലാസ്സുകളിലുള്ള പുസ്തകങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് എന്തൊക്കെ ഉണ്ട് എന്നത് സംബന്ധിച്ച് വിശദമായിട്ട് നമുക്കറിയണം. എൻ്റെ കൂടെ മോയിൻകുട്ടി മാസ്റ്ററുണ്ട്. അതോടൊപ്പം തന്നെ ഈ പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നതിന് വേണ്ടി അതിഥികളെല്ലാം നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. മാഷേ, നമ്മൾ ഈ ഒരു പുസ്തകം എത്ര വർഷത്തിന് ശേഷം, എന്താണ് ഈ ഒരു അധ്യയന വർഷത്തിലെ വലിയ മാറ്റങ്ങൾ, എന്തൊക്കെയാണ് നമ്മൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? അൽഹംദുലില്ലാ, റാഷിദ് പറഞ്ഞ മാതിരി സമസ്ത ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ മദ്രസകൾ 11,103 മദ്രസകൾ. ഇന്ന് കൂടിയ വിദ്യാഭ്യാസ ബോർഡ് യോഗത്തിൽ 7 പുതിയ മദ്രസകൾക്ക് അംഗീകാരം നൽകി. ഈ 7 മദ്രസകളിൽ 4 മദ്രസ, അവിടെയാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ പാഠ്യപദ്ധതി പരിഷ്കരണ ഒരു പുതിയ പുസ്തകം ബേസ് ചെയ്തുകൊണ്ട് മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടുള്ള ചർച്ചയാണല്ലോ റാഷിദ് തുടക്കം കുറിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് 4 മദ്രസകൾ അംഗീകരിച്ച മദ്രസകൾ വടക്കൻ കേരളത്തിൽ എറണാകുളം ജില്ലയിൽ മറ്റൊരു സിലബസ് പ്രകാരം പഠിപ്പിച്ച മദ്രസയായിരുന്നു ഇതുവരെ കാലമത്രയും. അപ്പോൾ അവർ യോഗം ചേർന്ന് തീരുമാനമെടുത്തു, സമസ്ത ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ മദ്രസ സംവിധാനമാണ്, അതിൻ്റെ പാഠപുസ്തകങ്ങളാണ്, അതിൻ്റെ പാഠ്യേതര വിഷയങ്ങളാണ് കുട്ടികൾക്ക് കാലഘട്ടത്തിന് അനുയോജ്യം എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. അതുകൊണ്ട് ഞങ്ങൾ ഇതുവരെ നിന്ന് പഠിപ്പിച്ചു വരുന്ന സിലബസ് മാറ്റി ഇന്ന് വിദ്യാഭ്യാസ ബോർഡിനോട് അംഗീകരിച്ചിരിക്കുകയാണ് 4 മദ്രസകൾ പുതുതായിട്ട്. 7 മദ്രസ എന്ന് അംഗീകരിച്ചു. 11,103 മദ്രസയായി. അപ്പോൾ ഇതാണ് സമൂഹം എന്ന് പറഞ്ഞാൽ മദ്രസ പ്രസ്ഥാനം. അതൊരു ലോകോത്തര മാതൃക എന്ന് പറഞ്ഞത് ആലങ്കാരികമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മദ്രസകൾ അംഗീകരിക്കുന്നതിന് വേണ്ടി സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലയിലുള്ള ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പാഠപുസ്തക പരിഷ്കരണം നമ്മൾ 3 ഘട്ടങ്ങളിലായിട്ടാണ് ഇപ്പോൾ പുതിയ പാഠ്യപുസ്തക പരിഷ്കരണങ്ങൾ വന്നിട്ടുള്ളത്. 2015 ആരംഭിച്ചു. 2019 കൂടി ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ പരിഷ്കരണം പൂർത്തിയായി. ഇപ്പോൾ 2025-26 അധ്യയന വർഷം, കഴിഞ്ഞ അധ്യയന വർഷം 1 മുതൽ 4 വരെയുള്ള പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചു. ഈ അധ്യയന വർഷം 5 മുതൽ 8 വരെയുള്ള പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചു. ഇൻഷാ അല്ലാഹ് അടുത്ത അധ്യയന വർഷം 9, 10, 11, 12 ക്ലാസ്സുകളുടെ പാഠപുസ്തകം പരിഷ്കരിക്കാനിരിക്കുകയാണ്. ഈ ഇപ്പം 6ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ, അതോ 4ാം ക്ലാസ് 5ാം ക്ലാസ് 5 മുതൽ 8 വരെ ഈ പരിഷ്കരിക്കുന്നതിന് മുൻപുള്ള പുസ്തകവും പരിഷ്കരിച്ചതിന് ശേഷമുള്ള സിലബസും ഇത് എത്രത്തോളമാണ് നമ്മളിതിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് പുതുതായിട്ട് വന്നിട്ടുള്ളത്? ഏതൊക്കെ മേഖലകൾ നമ്മൾ തൊട്ടിട്ടുണ്ട്? സമസ്ത ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ മദ്രസ സംവിധാനം 1951 തുടക്കം കുറിച്ചിട്ടുള്ളത്. 51 ശേഷം ഓരോ കാലഘട്ടത്തിലും കുട്ടികളുടെ മനഃശാസ്ത്ര രീതി, കുട്ടികളുടെ അതാത് കാലഘട്ടത്തിലുള്ള വിദ്യാഭ്യാസ രംഗത്തുള്ള ഒരു സിസ്റ്റം, ഇങ്ങനെയൊക്കെ അനുസൃതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ അതാത് കാലഘട്ടങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികൾ എത്തി നിൽക്കുന്ന ആ ഒരു സാഹചര്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിന് അനുസൃതമായ മാറ്റങ്ങൾ നടത്തുക എന്നുള്ളത് ഈ പ്രക്രിയയുടെ ഒരു ഭാഗമാണ്. വിദ്യാഭ്യാസ രംഗത്തുള്ള ഒരു പരിഷ്കരണം അതിൻ്റെ ഒരു ഭാഗമാണ്. അത് വിദ്യാഭ്യാസ ബോർഡും ആ കാലഘട്ടത്തിൽ ശാസ്ത്രീയമായി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് സമൂലമായ ഒരു മാറ്റം ഈ രംഗത്ത് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാ, അതിൽ പാഠ്യപദ്ധതി പരിഷ്കരണത്തിലും ഈ പുസ്തക നിർമ്മാണത്തിലും ഒക്കെ നേതൃത്വം വഹിച്ചിട്ടുള്ള 3 വ്യക്തികളാണ് എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അത് സംബന്ധമായി കൂടുതൽ കാര്യങ്ങളൊക്കെ അവർ ഇൻഷാ അല്ലാഹ് ഈ ചർച്ചയിൽ സംവദിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അടുത്തറിയേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്കിതിങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ 5, 6, 7, 8 ആകുമ്പോഴും പക്ഷെ നമുക്ക് 1ാം ക്ലാസ് മുതൽ ഒന്ന് പറഞ്ഞു പോകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബേസി എന്താണ് 1ാം ക്ലാസ് മുതൽ നമ്മളിങ്ങനെ നമ്മുടെ +2 വരെയുള്ള സിലബസ് മൊത്തം ഒന്ന് പറഞ്ഞ് നമുക്ക് പിന്നീട് പുതിയ വന്ന മാറ്റങ്ങളെക്കുറിച്ച് പറയാം. എന്താണ് 1ാം ക്ലാസ് മുതലുള്ളത്? കഴിഞ്ഞ വർഷമാണ് നമ്മൾ ആരംഭിച്ചത്. ഏകദേശം 1 വർഷക്കാലത്തെ പ്രയത്നങ്ങളായിരുന്നു കഴിഞ്ഞ 1 വർഷത്തെ പുസ്തകത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ പിന്നിൽ നടത്തിയിട്ടുള്ളത്.
അതിൻ്റെ ഒരു സ്ട്രക്ചർ ശരിക്കും നമ്മൾ വിശദീകരിക്കേണ്ടതുണ്ട് തോന്നുന്നു. നമ്മൾ ഏകദേശം അക്കാഡമിക് കൗൺസിൽ തീരുമാനിക്കുന്നു, അത് കഴിഞ്ഞൊരു സമിതിയെ ചുമതലപ്പെടുത്തി അവർ അതിൻ്റെ ഗ്രിഡുകൾ നിർമ്മിച്ച് അത് ചർച്ചയ്ക്ക് വെച്ച് അതിനുശേഷം ഒരു രചയിതാക്കളെ ഏർപ്പെടുത്തി രചയിതാക്കൾ ആ രചന നിർവഹിച്ച് ശേഷം പരിശോധന നടത്തി പിന്നീട് അതിൻ്റെ ബാക്കി പ്രൊസീജിയറുകളായിട്ടുള്ള പുസ്തക നിർമ്മാണത്തിലേക്ക് അതിൻ്റെ ലേഔട്ടുകളിലേക്ക് ശേഷം സൂക്ഷ്മ പരിശോധന ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഓരോ പുസ്തകങ്ങളും വരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ 1 മുതൽ 4 വരെ കഴിഞ്ഞ വർഷം മാറിയ പുസ്തകങ്ങളിൽ പ്രധാനമായിട്ടുണ്ടായിരുന്ന അതേ മാറ്റങ്ങളിൽ കൂടെ തന്നെയാണ് 5 മുതൽ 8 വരെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഘട്ടം പറയുന്ന രീതിയിൽ തന്നെ പ്രധാനപ്പെട്ടൊരു മാറ്റം എന്ന് പറയുന്നത് ഇതിലേക്ക് നമ്മൾ പുതിയ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ആൽഫ ജനറേഷൻ കുട്ടികളെയാണ് ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്നത്. ഇപ്പോൾ 2012 ശേഷമുള്ള കുട്ടികളായിരിക്കുമല്ലോ എന്തായാലും നമ്മുടെ 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ അല്ലെങ്കിൽ 8-ാം ക്ലാസ് വരെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ കുട്ടികളെ അഭിമുഖീകരിക്കുന്ന രീതിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു മാറ്റം ഡിജിറ്റൽ ഇൻ്റഗ്രേഷൻ കൊണ്ടുവന്നു എന്നുള്ളതാണ്. നമ്മുടെ എല്ലാ പാഠപുസ്തകങ്ങളിലേക്കും ഡിജിറ്റൽ ഇൻ്റഗ്രേറ്റഡ് ചെയ്യപ്പെട്ടിട്ടുള്ള കണ്ടന്റുകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് ഈ 5-ാം ക്ലാസ് മുതലാണ് അല്ല 1 മുതൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം QR കോഡുകളായി ജസ്റ്റ് സ്കാൻ ചെയ്യുമ്പോൾ വീട്ടുകാർക്കും കുട്ടികൾക്കും ഉസ്താദുമാർക്കും ഒപ്പം എല്ലാ മദ്രസകളും ഏകദേശം ഒരു 5000-ഓളം മദ്രസകൾ സ്മാർട്ട് ക്ലാസ് റൂമുകൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സ്മാർട്ട് ക്ലാസ് റൂം വെച്ച് ക്ലാസ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡിജിറ്റൽ കണ്ടന്റുകളൊക്കെ റെഡിയാക്കിയിട്ടുള്ള പുസ്തകങ്ങളാണ്. പുസ്തകങ്ങളിലെ QR കോഡ് സ്കാൻ ചെയ്ത് വീട്ടുകാർക്ക് തന്നെ കാണാവുന്ന വീഡിയോകളൊക്കെ ഉള്ള പുസ്തകങ്ങളാണ് നിലവിൽ നമുക്ക് 1 മുതൽ ഇപ്പോൾ 8 വരെയും പരിഷ്കരിക്കപ്പെട്ട പുസ്തകങ്ങളിലും ഉള്ളത്. ഏറ്റവും പ്രധാനം നമ്മൾ 1-ാം ക്ലാസ്സിലെ പുസ്തകം തന്നെയാണ്. വളരെ മനോഹരമായ കാലികമായ മാറ്റങ്ങൾ ഒക്കെ നമ്മളതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ 1-ാമത്തെ ഭാഗമാണ് ഡിജിറ്റൽ ഇൻ്റഗ്രേഷൻ പറഞ്ഞത്. ഇനി 2-ാം ക്ലാസ് മുതലാണെങ്കിൽ ഖുർആനിൽ നമ്മൾ ഖുർആൻ തജ്വീദ് ഇൻ്റഗ്രേറ്റഡ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ പഠിപ്പിച്ചിരുന്നത്. തജ്വീദ് പഠിപ്പിക്കുന്നതിനോട് കൂടെ തന്നെ ഖുർആനും കൂടെ വരുന്ന രീതിയിൽ ഖുർആൻ കേട്ട് പഠിക്കുന്ന രീതിയിൽ ഖുർആനിക നിയമങ്ങൾ ഖുർആനിൻ്റെ തജ്വീദിൻ്റെ ഒപ്പം തന്നെ ഖുർആൻ കേൾക്കുന്നതോട് കൂടെ തന്നെ പറയുന്ന രീതിയിലാണ് ഖുർആനിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ. ഒപ്പം നമ്മൾ 3-ാമത്തെ ഒരു പില്ലറായിട്ട് തന്നെ പറഞ്ഞു വെച്ചത് പ്രാക്ടിക്കൽ ലേണിങ്ങിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലായിരുന്നു. ചില എല്ലാ കാര്യങ്ങളും വെറുതെ വായിച്ചു പോകുന്നതിനപ്പുറം അത് കുട്ടികൾ കൃത്യമായിട്ട് ജീവിതത്തിൽ പകർത്തുന്നുണ്ടോ എന്ന് ടെക്സ്റ്റ് ബുക്ക് വെച്ച് തന്നെ അനലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വർക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പുസ്തകങ്ങളാണ്. ഒപ്പം നമ്മൾ ഏജ് സെൻറ്റേർഡ് പുസ്തകങ്ങൾ ഓരോ പ്രായത്തിനനുസരിച്ച് പുതിയ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ഏജ് സെൻറ്റേർഡ് പുസ്തകങ്ങളാണ് ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇങ്ങനെ ഒരു 5 പില്ലറുകളുടെ മേലിലാണ് നമ്മുടെ പുതിയ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ 1 മുതൽ 4 വരെയുള്ള മാറ്റങ്ങളോട് തുടർച്ചയായി കൊണ്ടാണ് ഇപ്പോൾ ബാക്കിയുള്ള 5 മുതൽ 8 വരെയും ചെയ്തിട്ടുള്ളത്. ഇനി എനിക്ക് തോന്നുന്നു 5-ാം ക്ലാസ് മുതലുള്ള നമ്മുടെ ഈ വർഷത്തെ പരിഷ്കരിച്ച പുസ്തകങ്ങളിലേക്ക് പോകാം. 5-ാം ക്ലാസ് എന്ന് പറയുമ്പം കുട്ടികൾ കുറച്ചുകൂടി ഒന്ന് മെച്ചേർഡായിട്ടൊക്കെ വരുന്ന ഒരു സമയത്തുള്ള ഒരു കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനൊക്കെ പറ്റുന്ന ഒരു പ്രായമാണ് ഈ 10 വയസ്സെന്നൊക്കെ പറയുന്നത്. അപ്പം അവിടെയാണ് നമ്മൾ നിർണായകമായിട്ടുള്ള ഒരു ടേണിംഗ് സ്റ്റേജ് ആ കുട്ടികൾക്ക് നിർണ്ണയിക്കുക. അവിടെ നിന്ന് നമ്മൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടാകും എന്നുണ്ട്. അത് 5-ാം ക്ലാസ്സിൽ എങ്ങനെയാണ് നമുക്ക് ഓരോ ക്ലാസ്സിനെയും നമുക്ക് എടുത്ത് ഓരോ വിഷയത്തിൽ തന്നെ പോകാം. അപ്പോൾ നമുക്ക് ഖുർആനിലെ മാറ്റങ്ങളായിരിക്കും ഒന്നുകൂടി മനോഹരമായിട്ട് പറയാൻ പറ്റുന്നത്. സാധാരണ ഉസ്താദുമാരൊക്കെ പറഞ്ഞു തുടങ്ങുന്ന ഒരു ഭാഗമാണ് ഖുർആൻ. വളരെ മനോഹരമായിട്ടുള്ള സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഖുർആൻ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മളിപ്പോൾ 1-ാം ക്ലാസ്സിൽ കുട്ടിയെ ചേർത്തുമ്പോൾ ആരും ചോദിക്കുന്ന ചോദ്യമാണ് എന്തിനാണ് 1-ാം ക്ലാസ്സിൽ ചേർക്കുന്നത്. നമ്മൾ പറയുന്ന അലിഫ് പഠിക്കുന്നു, അള്ളാഹിനെ കുറിച്ച് പഠിക്കുന്നു, ഖുർആൻ പഠിക്കുന്നു എന്നാ പറയാം. മദ്രസയെ ചേർത്തുന്നത് തന്നെ ഖുർആൻ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ഫൈസി പറഞ്ഞതുപോലെ 1-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ ഖുർആൻ ഓതാൻ പറ്റുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് കഴിഞ്ഞ വർഷം നമ്മൾ വരുത്തി വെച്ചത്. അപ്പോൾ അതനുസരിച്ച് കൊണ്ട് തന്നെ 2-ാം ക്ലാസ്സിൽ 3-ാം ക്ലാസ്സിൽ 4-ാം ക്ലാസ്സിലൊക്കെ സമൂലമായ മാറ്റങ്ങൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ നേരത്തെ നമ്മൾ ഖുർആൻ്റെ കുറേ ഭാഗങ്ങൾ 5ഉം 6ഉം ജുസുകളൊക്കെ പഠിപ്പിച്ചിടന്ന് ഒരു ജുസ് ആക്കി അതിന് കൃത്യമായി ഒരു പീരീഡിൻ്റെ അകത്ത് എത്ര പഠിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് പഴയ കാലത്തെ പോലെ സമയം ഇപ്പോൾ മദ്രസയിലില്ല. സമയത്തിൻ്റെ ഒരു ദൗർലഭ്യത നമുക്ക് നേരിടുന്നുണ്ട്. നമ്മൾ എത്ര മറച്ചു വെച്ചാലുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനനുസരിച്ച് കൊണ്ട് പക്ഷെ അത് വെച്ചിട്ട് നമ്മൾ എന്നാൽ കാലങ്ങൾക്ക് അനുസരിച്ച് കൊണ്ട് ഇങ്ങനെ കുറച്ച് പോകുമെന്നല്ല പറഞ്ഞത്. നിലവിലുള്ള പ്രത്യേകിച്ച് നേരത്തെ സുഹൃത്ത് പറഞ്ഞ പോലെ ഫൈസി പറഞ്ഞതുപോലെ ആൽഫ ജനറേഷനാണ്, പെട്ടെന്ന് ക്യാച്ച് ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ച് കൊണ്ട് സിലബസ് ക്രമീകരിച്ച് ഒരു ഉസ്താദിന് എന്ന് മാത്രമല്ല വീട്ടിലെ രക്ഷിതാക്കൾക്കുൾപ്പെടെ ഓതാനും ഓദിക്കാനും പഠിക്കാനും പറ്റുന്ന രീതിയിൽ ഈ ഖുർആനിലേക്ക് നമ്മൾ പറയുമ്പോഴാണ് കുട്ടികൾക്ക് ഏറ്റവും പ്രയാസമുള്ളൊരു മനസ്സിലാക്കാനെ കുറിച്ച് പ്രയാസമുള്ളതാണ് തജ്വീദ്. തജ്വീദൊക്കെ എങ്ങനെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയത്? അതായത് ഖുർആൻ ഓതി പഠിക്കുമ്പോൾ തന്നെ തജ്വീദ് എന്ന് പറഞ്ഞാൽ ഖുർആനെ പുറത്തുള്ളൊരു വിഷയമല്ല. ഖുർആൻ ഓതുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങളാണ്. അല്ലാതെ ഖുർആൻ വേറെ തജ്വീദ് വേറെ എന്നല്ല.
സ്വാഭാവികമായിട്ട് റാഷിക്ക് പറഞ്ഞതുപോലെ തന്നെ തജ്വീദ് എന്ത് ചെയ്യുന്നു, സ്വാഭാവികമായിട്ട് ഒരു വിഷയമായി പഠിക്കുന്നു, പരീക്ഷ എഴുതുന്നു, ഇപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്ത മാറ്റം മാഷ് പറഞ്ഞതുപോലെ ഇന്റഗ്രേറ്റ്. അത് ഖുർആൻ പഠിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഉദാഹരണം പറയാം, 3ാം ക്ലാസ്സിൽ ഖുർആൻ പഠിക്കുമ്പോൾ അതിൽ ആദ്യത്തെ ആയത്ത് ഓതുമ്പോൾ ഉദാഹരണത്തിന് പറയാം തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു എന്നാണ് 3ാം ക്ലാസ്സിൽ ആദ്യത്തെ കുട്ടി പഠിക്കുന്ന സൂറത്തുൽ മുൽക്ക്. ഈ ഭാഗം പഠിക്കുമ്പോൾ തജ്വീദിൽ നിയമമായി പഠിക്കുന്ന വിഷയം ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളാണ്. ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരത്തിൽ പെട്ടതാണ് ഏത്? ബാ. ഇപ്പം തബാറക്ക എന്ന് പറയുമ്പോൾ തന്നെ ഇത് ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്നതാണ്. ബാ ചുണ്ടിൽ, അതാണ് തജ്വീദ്. മഖ്റജ് വേറെ പറയുന്നില്ല. ആ ഖുർആൻ പഠിക്കുന്നതോടൊപ്പം തന്നെ കുട്ടി എന്ത് ചെയ്യുന്നു, തജ്വീദും കൂടി പഠിച്ചു പോകുന്നു. അപ്പോൾ അതിനുള്ള, ഇപ്പോൾ നേരത്തെ മാഷൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇത് കേവലം പുസ്തകത്തിൽ മാത്രമല്ല, ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അധ്യാപകർ കൂടി പരിശീലനം നൽകിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് 2-3 ക്ലാസ് കഴിഞ്ഞ് 5ാം ക്ലാസ്സിൽ എത്തുന്ന കുട്ടി സ്വാഭാവികമായിട്ട് നിങ്ങൾ പറഞ്ഞതുപോലെ കുറച്ചും കൂടി, നമുക്കിപ്പോൾ റമദാൻ കഴിഞ്ഞ സമയമാണ്, നമുക്കറിയാം പള്ളിയിലായാലും മറ്റേലൊക്കെ കുറച്ചും കൂടി നിസ്കരിക്കാനൊക്കെ താല്പര്യപ്പെടുന്ന ഒരു പ്രായമാണ് 5ാം ക്ലാസ് പഠിക്കുന്ന ഒരു 10 വയസ്സായ കുട്ടി. മുഴുവൻ നോമ്പെടുക്കണം, മുഴുവൻ തറാവീഹൊക്കെ നിസ്കരിക്കണം എന്നതുപോലെ മുഴുവൻ ഖുർആൻ ഓതണമൊക്കെ താല്പര്യപ്പെടുന്ന കുട്ടിയാണ്. അപ്പോൾ അതനുസരിച്ച് കൊണ്ട് തന്നെ ഖുർആനിൽ ചെറിയൊരു പോർഷനാണ് കുട്ടിക്ക് പഠിക്കാനുള്ളത്. ഈ പഠിക്കുന്നതോടൊപ്പം തന്നെ നേരത്തെ 4 വരെ നമുക്ക് തജ്വീദ് പ്രത്യേകമായിട്ട് മറ്റൊരു വിഷയമായിട്ടില്ല. എന്നാൽ 5ാം ക്ലാസ് മുതൽ വിഷയമുണ്ട്, തജ്വീദുണ്ട്. 5, 6, 7 3 ക്ലാസ്സിലാണ് തജ്വീദ് ഉള്ളത്. ഈ തജ്വീദിൽ തന്നെ പുസ്തകത്തിനകത്ത് തന്നെ, ഇവിടെയുള്ള പുസ്തകം തന്നെ പരിശോധിച്ചാൽ കാണാൻ കഴിയും, അവിടെയൊക്കെ QR കോഡ് കൊടുത്തിട്ടുണ്ട്. തജ്വീദിന്റെ നിയമം പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടി എന്ത് ചെയ്യുന്നു, ഖുർആനിലേക്ക് പോകുന്നു. ഇത് രണ്ടും കൂടി ഒരുമിച്ച് ശരിക്കും ഖുർആൻ്റെ ഒരു വഴി എന്ന് പറയുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണോ പാരായണം ചെയ്തത് അതേപോലെ പാരായണം ചെയ്യുക. ഇതിൽ സമസ്ത മുന്നോട്ട് വെക്കുന്ന വലിയൊരു ആശയമുണ്ട്. ഇത് ഈ ഖുർആനിൻ്റെ ഒരു വഴി നിന്നു പോകരുത് എന്നുള്ളതാണ്. അടുത്തൊരു തലമുറയിലേക്ക് ഖുർആൻ്റെ ഒരു സംശയം എന്നുള്ളവർക്ക് വ്യക്തിപരമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യം, ഈ കേട്ട് പഠിക്കുക എന്ന് പറയുന്ന നല്ല ശൈലികൾ, ഇപ്പോൾ അബ്ദുൽ ബാസിത്തിനെ പോലെയുള്ള കാരികമാരുടെ ഒക്കെ ഖുർആൻ പാരായണങ്ങളൊക്കെ കേട്ട് പരിശീലിക്കുന്ന അങ്ങനെ ഒരു പരിശീലന രീതിയൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, പിന്നെ ഈ QR കോഡിലേക്ക് സ്കാൻ ചെയ്താൽ വളരെ മനോഹരമായ ഖുർആൻ കുട്ടികൾ കേൾക്കാൻ പറ്റും. പിന്നെ ഉസ്താദിൽ നിന്ന് കണ്ട് കേട്ട് പഠിക്കുക എന്നുള്ളത് ഖുർആൻ മറ്റൊരു പ്രത്യേകതയാണ്. വെറും പിന്നെ അല്ലെങ്കിൽ വിഷ്വലോ ഓഡിയോ മാത്രം കേട്ടാൽ പോരാ എന്നുള്ളതാണ്. ഒരു ഉസ്താദിൽ നിന്ന് കേൾക്കുക എന്നുള്ളത് ഖുർആന്റെ ഉസ്താദിൽ നിന്ന് കേൾക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അങ്ങനെയാണ് ഖുർആൻ പഠിക്കേണ്ടത് എന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നുകൂടിയാണ് ഹാൻഡ് ബുക്കുകൾ കൊടുക്കുന്നുണ്ട്. 2ാം ക്ലാസ്സിൽ കൊടുക്കുന്ന ഖുർആന്റെ ഹാൻഡ് ബുക്കാണ്. 2ാം ക്ലാസ്സിലെ ഖുർആന്റെ ഹാൻഡ് ബുക്ക് വെച്ചിട്ട് ഒരു പീരീഡിൽ ഏത് പാഠം എടുക്കേണ്ടത് എന്നുള്ളത് ഉസ്താദിന് മനസ്സിലാവും. ഒപ്പം കുട്ടിക്കും അത് കിട്ടുകയാണ്. ഇന്ന പാഠത്തിൽ ഇന്ന ദിവസം 1ാമത്തെ ആയത്ത് മാത്രമാണ് എടുക്കേണ്ടത്. അത് കുട്ടിയെ കേൾപ്പിച്ചുകൊണ്ട് അതിനൊരു 9 ഘട്ടങ്ങൾ നമ്മളതിൽ വിശദീകരിച്ചിട്ടുണ്ട്. ആ 9 ഘട്ടങ്ങളിൽ 2 ഘട്ടങ്ങളിലാണ് ഈ ഖുർആൻ വെച്ച് കൊടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള ഘട്ടങ്ങൾ മുഴുവനും ഉസ്താദ് തന്നെ ചെയ്തു കൊടുക്കണം. അത് ഉസ്താദ് ഓതി കൊടുക്കണം, കുട്ടിയെ കൊണ്ട് ഓതിപ്പിക്കണം. ആ ഘട്ടങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ടുള്ളതാണ്. അതേപോലെ തന്നെ ഇനി 5 മുതൽ നമ്മൾ 7-8 ക്ലാസ്സുകളിലേക്കൊക്കെ ഖുർആൻ ഉണ്ട്. ആ ഖുർആനും 6ാം ക്ലാസ് ആകുമ്പോഴേക്കും 30 ജുസ് കുട്ടി പഠിക്കും. 30 ജുസും 6ാം ക്ലാസ് എന്താവും പൂർത്തിയാകും. ഇനി 7-8 ക്ലാസ്സിൽ കൂട്ടി എന്ത് ചെയ്യും, ഒന്നുകൂടി ഖുർആൻ ആവർത്തിച്ച്. നേരത്തെ 7ാം ക്ലാസ്സോട് കൂടി ഖുർആന്റെ പഠനം ഔപചാരികമായിട്ടുള്ള പഠനം നടക്കുന്നു. അതിപ്പോ നമ്മൾ മുതിർന്ന 9ാം ക്ലാസ് വരെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ 5ാം ക്ലാസ്സിൽ ഖുർആൻ എന്ത് ചെയ്യും, ഉസ്താദിൽ നിന്ന് ഭാഗങ്ങളായി കേട്ട് പഠിക്കും. പിന്നെ 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും കുട്ടി അങ്ങോട്ട് ഓതി കേൾപ്പിക്കണമെന്നാണ്. അപ്പോൾ 15 ജുസോളം കേൾപ്പിക്കാനുണ്ടായിരുന്നു. നമ്മുടെ പുതിയ പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് 7ലും 8ലും എന്ത് ചെയ്യും, അങ്ങോട്ട് ഓതി കേൾപ്പിച്ച് തെറ്റുകളൊക്കെ തിരുത്തി കൊടുത്ത്, നേരത്തെ ഉസ്താദ് ഓതി കൊടുത്തതിൽ എന്തെങ്കിലും കുഴപ്പമോ തെറ്റോ കണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ 8ാം ക്ലാസ് വരെ ഇനി പുതിയ പരിഷ്കരണത്തിന് ഇൻഷാ അല്ലാഹ് അത് അടുത്തൊരു ഘട്ടത്തിൽ വരുന്നതാണ്. അതായത് 9 മുതലുള്ളതിലേക്ക് ഇനി മാറില്ല എന്നൊക്കെ അടുത്ത് പറയേണ്ടതാണ്. നമുക്ക് മറ്റ് പുസ്തകങ്ങളുടെ പരിചയത്തിലേക്ക് പോകാം. ഓക്കെ, അതിലിനി 2ാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സമസ്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകം എന്ന് പറയുന്നത് ഫിഖ്. ആ ഏരിയയിൽ കൈവെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉസ്താദുമാരുടെ വളരെ സൂക്ഷ്മതയുടെ പര്യായം തന്നെ നമുക്ക് പറയാൻ പറ്റും. പുസ്തക രചനാ സമയങ്ങളൊക്കെ നമ്മളത് കാണുന്നതാണ്. വിശാലമായിട്ട് അതിൻ്റെ രംഗങ്ങൾ കാണുന്നതാണ്. നമ്മൾ എഴുതുമ്പോൾ കിതാബുകളിൽ നിന്നുള്ള ഇബാറത്തുകളാണ് എടുക്കുന്നതെങ്കിൽ കൂടി അത് എങ്ങനെ, എവിടെ, അതിൽ ഓരോ ലമീറും അടക്കുന്നതിൽ വരെ ശ്രദ്ധിച്ചിട്ട് കൊണ്ട് ചെയ്യുന്ന, ഒരു പക്ഷേ നമുക്ക് പറയുന്നത് പോലെ തന്നെ നാളെ ഒരു തെളിവായി നമ്മുടെ കേരളീയ മുസ്ലിം സമൂഹം അല്ലെങ്കിൽ ഇതിനെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകൾ ഒരു തെളിവായിട്ട് കാണിക്കുന്ന ഒരു പുസ്തകമായിട്ടാണ് നമ്മുടെ മദ്രസ പുസ്തകത്തിൽ ഫിഖ് വരുന്നത്. അതിലെ പ്രധാനപ്പെട്ട ഭാഗം മാറ്റം എന്ന് പറയുന്നത് 5-6 ക്ലാസ്സുകളിൽ നമ്മൾ വർഷങ്ങളായി തുടരുന്നത് പോലെ തന്നെ അറബി മലയാളത്തിലും 7-8 ക്ലാസ്സുകളിൽ അറബിയിലുമായിട്ടാണ് ഇനി ഫിഖ്ഹിൻ്റെ ലളിതമായ അറബി ഭാഷയിലാണ്
ഫിഖ് വന്നിട്ടുള്ളത്. അതിലും നമ്മൾ നേരത്തെ പറഞ്ഞു, അതിൽ പ്രാക്ടിക്കലിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന, ഉള്ളിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ എന്ന് വെച്ചാൽ കർമ്മശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ മനസ്സിലാക്കി പഠിക്കുകയും അത് ചെയ്യാനുള്ള ഒരു പ്രേരണ ഉണ്ടാകുകയും ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ ഫളീലത്തുകൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു തസൗഫിയൻ രീതിയിലാണ് നമ്മുടെ പുതിയ ഫിഖ്ഹിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. ഫിഖ്ഹുമായി ബന്ധപ്പെട്ടുള്ള വളരെ മനോഹരമായ, നമുക്ക് പുസ്തകങ്ങൾ എടുത്ത് നോക്കുമ്പോൾ അത് മനസ്സിലാകും. അതിന് അറബി ഭാഗം എടുക്കുകയാണെന്നുണ്ടെങ്കിലും നിസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് 5, 6 ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു 7 ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കൂടുതൽ മസലകളിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വലിയ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങളാണ്. നമ്മൾ കാലങ്ങളായിട്ടുള്ള ആ ഒരു ഇതിൽ ഈ പുതിയ കാലഘട്ടത്തിൽ കണ്ടന്റ് കുറക്കുക ഒരു അടുത്തൊരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. ആശയ ചോർച്ച വരാനും പാടില്ല. അതായിരുന്നു വലിയൊരു ടാസ്ക്. ശരിക്കും കണ്ടന്റ് കുറക്കുമ്പോഴും പഴയ പുസ്തകങ്ങളിൽ നിന്ന് കൊടുത്തതിൽ നിന്ന് ഒരു കണ്ടന്റ് പോലും കുറയാൻ, കണ്ടന്റ് ആശയം കുറയാൻ അനുവദിക്കില്ല. അപ്പോൾ അത്രയും മനോഹരമായിട്ട് തന്നെ എന്നാൽ വാക്കുകൾ ലളിതമാക്കിക്കൊണ്ടുള്ള ഒരു മാറ്റമാണ് ഫിഖ്ഹ് പുസ്തകത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഈ കാലം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ കാലത്തെ അറിയുക എന്നത് തന്നെയാണ്. അത് കുട്ടികളായിരിക്കുന്ന സമയത്ത് തന്നെ ആ കുട്ടികളെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്തം. പ്രത്യേകിച്ച് ധാർമ്മികമായിട്ട് എന്നാൽ സാമൂഹികമായ മാറ്റങ്ങളിലേക്ക് കുട്ടി വരുമ്പോൾ അതിൻ്റെ ഒരു ധാർമ്മിക മുഖമുണ്ടാക്കുക, അതാണല്ലോ നമ്മുടെ പ്രധാന ലക്ഷ്യവും. ഇതിന് നമ്മൾ എന്തെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടോ? ഈ പാഠ്യപദ്ധതിയിൽ പുതുതായി എന്തെങ്കിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ധാർമ്മിക മുഖം വരുമ്പോൾ സാമൂഹിക മാറ്റം അങ്ങനെയല്ല. ധാർമ്മിക മാറ്റം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി സാമൂഹിക മാറ്റം ഉണ്ടാവും. അതാണ് ആ കൺസെപ്റ്റ്. അല്ലാതെ നമ്മുടെ സംസ്ഥയുടെ എല്ലാ കാലത്തുള്ള പുസ്തകങ്ങളിലും ദുറൂസുൽ ഇഹ്സാൻ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിന്റെ ലക്ഷ്യം തന്നെ നമ്മുടെ ഈ സാമൂഹികമായ ധാർമ്മികമായ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പൊ നിങ്ങളെ കയ്യിലിരിക്കുന്നത് ദുറൂസുൽ ഇഹ്സാൻ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദുറൂസുൽ ഇഹ്സാൻ പാഠപുസ്തകം നമ്മൾ നിലവിലുള്ള ഒരു ചെറിയ മാറ്റം എന്ന് പറയുന്നത് നമ്മൾ 8ാം ക്ലാസ് വരെ ഇപ്പൊ അറബി മലയാളത്തിൽ തന്നെയാണ് ദുറൂസുൽ ഇഹ്സാൻ നമ്മൾ കൊണ്ടുപോയിട്ടുള്ളത്. ഒന്ന്, ദുറൂസുൽ ഇഹ്സാൻ എന്നുള്ള പേര് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. അഖീദയും അഖ്ലാഖും ചേർന്ന് കൊണ്ടുള്ള ഒരു, അതായത് വിശ്വാസവും അവന്റെ സ്വഭാവവും, വിശ്വാസവും സ്വഭാവം രണ്ടും കൂടെ ഒരുമിപ്പിച്ചിട്ടുള്ള ഒരു പുസ്തക രീതിയാണ് നമ്മൾ അതിൽ അവലംബിച്ചിട്ടുള്ളത്. 5ാം ക്ലാസ് മുതൽ അങ്ങനെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ദുറൂസുൽ ഇഹ്സാന്റെ ഒരു പാഠം ഒരു കുട്ടി പഠിക്കുമ്പോൾ അതിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു മാറ്റം ഉണ്ടാവണം. ആ രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ്. പിന്നെ ദുറൂസുൽ ഇഹ്സാൻ തന്നെ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് കുട്ടികൾക്കൊക്കെ ദേശസ്നേഹം ഉണ്ടാകത്തക്കത്തിലുള്ള പാഠങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് രാജ്യസ്നേഹം ഉണ്ടാക്കാൻ പറ്റാവുന്ന വിധത്തിലുള്ള പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് വിശ്വാസം പഠിപ്പിക്കുന്ന പുസ്തകത്തിലാണ് പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ. നേരത്തെ മാഷ് പറഞ്ഞതുപോലെ കഴിഞ്ഞ ടൈമിലെ പരീക്ഷണത്തിൽ പരിസ്ഥിതി, അതിനെങ്ങനെ പ്ലാസ്റ്റിക് നമ്മളെങ്ങനെയാണ് കത്തിക്കാൻ പാടില്ല എന്ന് വരെ പുസ്തകത്തിലുണ്ട്. അതായത് ഏത് വിഷയത്തിലാണ് പഠിപ്പിക്കുന്നത് വെച്ചാൽ വിശ്വാസം പഠിപ്പിക്കേണ്ട, ഒരാളുടെ ആത്മസംസ്കരണം പഠിപ്പിക്കേണ്ട പുസ്തകത്തിലാണ്. ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന നിലക്കാണ് നമ്മൾ ചെയ്യുന്നത്, അത് പഠിപ്പിക്കുന്നത്. അതുപോലെ ടെക്നിക്കലി അതും ഒരു IT യുഗമാണ്, AI യുഗമാണ്. അപ്പോൾ കുട്ടികൾക്ക് അത്തരം കാര്യങ്ങൾ പഠിക്കാൻ എന്തൊക്കെ ത്രെഡ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്? ഇനി ഇതിൽ അതൊരു പ്രധാനപ്പെട്ട ഭാഗമാണ്. എനിക്ക് തോന്നുന്നത് ഒന്നും കൂടി മാഷ് അതിൽ പരാമർശിക്കേണ്ടതുണ്ട്. കാരണം ഒരു വലിയൊരു മാറ്റത്തിൻ്റെ ഒരു തുടക്കം കൂടി എനിക്ക് ഈ ഒരു അവസരത്തിൽ അത് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ശരിക്കും നിങ്ങൾ പറഞ്ഞ വിഷയം ദുറൂസുൽ ഇഹ്സാനിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതാണ്. ദുറൂസുൽ ഇഹ്സാനിൽ ഇപ്രാവശ്യം ഇനി അങ്ങനത്തെ തന്നെ ആ ഒരു പഠനം തന്നെ നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ സാധാരണയായി നമ്മൾ പുസ്തകങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ, ധാരാളം പുസ്തകങ്ങൾ പുറത്തുനിന്നുള്ള പഠന പുസ്തകങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ അതിലില്ലാത്ത ഈ പുതിയ കാലഘട്ടത്തിൽ കുട്ടിക്ക് കിട്ടേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഡിജിറ്റൽ അവയർനെസ് പോലെ, ടൈം മാനേജ്മെൻറ്റ് പോലെയുള്ള കാര്യങ്ങൾ. ഇത് സംസ്ഥയുടെ പുസ്തകങ്ങളിൽ ഇനി വരാൻ പോകുന്നു എന്നുള്ള ഒരു വലിയ ഒരു സന്തോഷം അത് മാഷ സൂചിപ്പിക്കുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് ഇപ്പോൾ ഈ 5 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിൽ വലിയ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ നിലവിലുള്ള സംവിധാനത്തിൽ നിലവിലുള്ള പുസ്തകങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പിന്നെ ഈ അധ്യയന വർഷം നടപ്പാക്കുന്നതാണ്. ഇപ്പം ഇതിൻ്റെ കയ്യിലുള്ള 6ാം ക്ലാസ്സിലെ പുസ്തകമാണ് ഡിജിറ്റൽ കാലത്തെ കുട്ടികൾ. ഡിജിറ്റൽ കാലത്തെ കുട്ടികൾ എന്ന 6ാം ക്ലാസ്സിൽ പ്രത്യേകമായി ഉപപാഠ പുസ്തകമായിട്ട് ഈ പ്രാവശ്യം അംഗീകരിച്ചു. ഈ കുട്ടികളുടെ ധാർമ്മികമായിട്ടുള്ള അതോടൊപ്പം ഡിജിറ്റൽ ഉപയോഗം കൊണ്ടുള്ള കെടുതികൾ, അതിൻ്റെ ദൂഷ്യഫലങ്ങളെ കുട്ടികൾക്ക് ബോധ്യം കൊടുക്കുന്നു. എന്നാൽ ഡിജിറ്റൽ സംവിധാനത്തിൻ്റെ നല്ല വശങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കുട്ടിക്ക്, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഡിജിറ്റൽ സംവിധാനത്തിന് അഡിക്റ്റ് ആയിട്ടുള്ള കുട്ടികളെയൊക്കെ അതിന് മോചിപ്പിക്കുന്ന ഉൾപ്പെടെ, എന്നാലും അവർക്ക് ഇത് ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതകളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ അതിൻ്റെ പുറം ചട്ടയിലെ മലയാളം കണ്ടുകൊണ്ട് ചോദിക്കുകയാണ്. അറബി മലയാളമാണോ? മലയാളത്തിലാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് പൊതുസമൂഹത്തിന് കൂടി അത് ഉപകരിക്കുന്ന ഒന്നായിരിക്കും അല്ലേ? അതോടൊപ്പം തന്നെ 7ാം ക്ലാസ്സിൽ ഇതാ
ഇത് ഏറ്റവും സമയനിഷ്ഠ വിജയത്തിൻ്റെ മുഖമുദ്ര. ഇതും ഉപപാഠ പുസ്തകമായിട്ട് 7ാം ക്ലാസ്സിൽ ഈ അധ്യയന വർഷം മുതൽ നടപ്പാക്കുന്നത്. ഇപ്പൊ 6ലും 7ലും ഉപപാഠ പുസ്തകം, 8ലും നേരത്തെ ഒരു പറഞ്ഞ മാതിരി ദേശസ്നേഹമായിട്ട് ബന്ധപ്പെട്ട സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ നമ്മുടെ സമുദായം വഹിച്ച പങ്ക് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദേശസ്നേഹത്തിൻ്റെ ജനാധിപത്യ മതേതരത്തെ ഇന്ത്യയിൽ ജീവിക്കുമ്പോഴുള്ള എല്ലാ, നേരത്തെ പറഞ്ഞില്ല, ദേശസ്നേഹത്തിന്റെ പ്രാധാന്യം അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഉപപാഠ പുസ്തകമാണ് 8ാം ക്ലാസ്. ഈ ഉപപാഠ പുസ്തകം ആദ്യമായിട്ടാണോ വിദ്യാഭ്യാസ ബോർഡ്? അത് ഏത് കിതാബിന്റെ, അല്ലെങ്കിൽ അത് താരിഖ് ആലം ഏതാണ്? ദുറൂസുൽ ഹിസാന്റെ ഭാഗമായിട്ടാണ്. അതിലിപ്പോ വിദ്യാഭ്യാസ ബോർഡ് അത് അംഗീകരിച്ചു കഴിഞ്ഞു. അക്കാദമിക് കൗൺസിലിന്റെ ശുപാർശ ഉണ്ടായിരുന്നു. മാസത്തിൽ 3ാം ഞായറാഴ്ച, ഒരു മാസത്തിൽ ഒരു 3ാമത്തെ ഞായറാഴ്ച ഈ ഉപപാഠ പുസ്തകത്തിന് വേണ്ടി മാത്രം ഒരു പീരീഡ് മാറ്റിവെക്കുകയാണ്. ഇത് അന്ന് അംഗീകരിച്ചു കഴിഞ്ഞു. അതിനനുസരിച്ച് ഈ അധ്യയന വർഷം കുട്ടികൾ പഠിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഒരു 6ാം ക്ലാസ്സിലെ ഉപപാഠ പുസ്തകത്തിൽ എത്ര പാഠഭാഗങ്ങളുണ്ട്? അതിൽ ഇപ്പോൾ 6ലെ ഒന്നാമത്തെ ഡിജിറ്റലാണെന്നുണ്ടെങ്കിൽ സമയനിഷ്ഠ 10 പാഠങ്ങളാണ് ഓരോ പുസ്തകങ്ങളിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. 10 പാഠങ്ങൾ. അപ്പോൾ ഒരു മാസത്തിലൊരു പാഠം വെച്ച് തീർക്കാവുന്ന രീതിയിലുള്ള ഒരു പഠനമാണ് നമുക്ക് വേണ്ടത്. ആ വർക്ക് അതിന് കൂടെ തന്നെ അത് കഴിഞ്ഞാൽ, ഒരു പാഠം കഴിഞ്ഞാൽ ആ പാഠത്തിൻ്റെ വർക്കുകളും ഉണ്ടാകും. അത് പരീക്ഷയുടെ കൂടി ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ഇത് വായിക്കുകയും ഉസ്താദുമാർ ഇത് ചെയ്യിപ്പിക്കുകയും കുട്ടികൾ അതിൻ്റെ ഭാഗമാവുകയും ചെയ്യും എന്നുള്ളതാണ്. സമസ്ത അതിന് അത്രയേറെ പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ് നമ്മളിതിൽ തിരിച്ചറിയേണ്ട ഒരു വലിയ ഒരു വസ്തുത. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പം സമയത്തെക്കുറിച്ച്, സമയനിഷ്ഠയെക്കുറിച്ച് വന്നൊരു ഈ ഒരു പാഠപുസ്തകം 10 അധ്യായം പഠിച്ച് കഴിയുമ്പോൾ ആ കുട്ടിയിൽ പരുവപ്പെടുന്ന മാറ്റം എങ്ങനെയായിരിക്കും? സ്വാഭാവികമായിട്ട് എല്ലാ പാഠപുസ്തകം മാറ്റങ്ങളും ഉണ്ടാകും. പക്ഷെ എന്നാലും നമ്മൾ ഈ ഉപപാഠപുസ്തകങ്ങൾ ഒന്നുകൂടി റെഫർ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? 2 മാറ്റങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന്, കുട്ടികളിലുണ്ടാകുന്ന മാറ്റം. 2, രക്ഷിതാക്കളിലുണ്ടാകുന്ന മാറ്റം. നമ്മുടെ ഏത് പുസ്തകത്തിൻ്റെയും ലക്ഷ്യം ഒരു സൊസൈറ്റി എന്നുള്ള രീതിയിൽ തന്നെ പോകുന്നതുകൊണ്ടാണ്. ഇതിൽ സമയനിഷ്ഠ മാത്രം ഇപ്പോൾ നിങ്ങൾ ചോദിച്ചുകൊണ്ട് ആ രീതിയിൽ തന്നെ പറയാം. ഒരു കുട്ടി എപ്പോഴാണ് ഉണരേണ്ടത് എന്ന്, എപ്പോഴാണ് ഉറങ്ങേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്ന, പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നില്ല. എന്നാൽ ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ അത് ആ കുട്ടിക്ക് ബോധ്യപ്പെടും. അല്ല, ഇതില് അഡിങ്ങനെ എത്ര മനോഹരമാണ് നമ്മുടെ പ്രകൃതിയിലെ സമയനിഷ്ഠ, സത്യവിശ്വാസിയുടെ സമയക്രമം, എല്ലാവർക്കും 24 മണിക്കൂർ. കുട്ടികളുടെ സമയനിഷ്ഠ വലിയ അധ്വാനം തന്നെ. 8+8+8+ ടോട്ടൽ 24. ഇങ്ങനെ ചിന്തിച്ചാൽ നന്നായി. നോ പറയാൻ പഠിക്കുക, നല്ല മാനേജറായി മാറുക. സമയം കൂടിയാലും കുറഞ്ഞാലും പ്രശ്നം തന്നെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ മാറ്റിവെക്കരുത്. സമയത്തിൻ്റെ കെണികളിൽ പെടാതിരിക്കുക. ബുദ്ധിപൂർവ്വം പെരുമാറുക. തിരിച്ചു കിട്ടാത്ത ഇന്നലെ. എത്ര മനോഹരമായിട്ടാണ് ഇതിൻ്റെ ഹെഡിങ് പോലും ക്രമീകരിച്ചുള്ളത്. അതിനനുസരിച്ചുള്ള ശൈലിയാണ്. ഒരു ഇരിപ്പിടത്തിൽ തന്നെ കുട്ടിയുടെ ആകർഷകമായിട്ടുള്ളത്, കുട്ടിയുടെ അകത്തേക്ക് ഇതിൻ്റെ ഫീലിങ്സ് അനുഭവപ്പെടുന്ന രീതിയിൽ നന്നായി സംവിധാനിച്ചുള്ള ഒരു പാഠപുസ്തകമാണ് ഇപ്പോൾ ഈ ഉപപാഠപുസ്തകമായിട്ട് 7ാം ക്ലാസ്സിൽ ക്രമീകരിച്ചുള്ളത്. മറ്റു ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ തന്നെ. എൻ്റെ ഒരു സംശയം, ഇത് എന്തുകൊണ്ട് കുറച്ച് നേരത്തെ ഇങ്ങനെ വിദ്യാഭ്യാസ ബോർഡ് ആലോചിച്ചില്ല എന്നുള്ളതാണ്. അത് കാലഘട്ടത്തിലല്ലേ, നേരത്തെ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ലായിരുന്നു. അന്ന് നമ്മളൊക്കെ പഠിച്ചല്ലേ. ഇന്നത്തെ കാലഘട്ടത്തില് ഒന്നുമില്ലല്ലോ. ഇനി അടുത്ത കാലഘട്ടത്തില് ഇതുമായിരിക്കില്ല, വേറെ ഇതായിരിക്കും. അങ്ങനെയാണല്ലോ ഈ പ്രക്രിയ പോകുന്നത്. കാലത്തിനനുസരിച്ച് നിൽക്കുന്ന സമസ്ത. AI കാലഘട്ടം എന്ന് പറയാലോ, പുതിയ കാലഘട്ടം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടം. നമ്മുടെ പുസ്തകങ്ങളുടെ കളർ വീലുകൾ വരെ, അതിൻ്റെ ഉള്ളിലുള്ള ചിത്രങ്ങൾ വരെ, അതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകൾ വരെ എല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകളെ മാക്സിമം ഉപയോഗപ്പെടുത്തിയിട്ടുള്ളതാണ്. എല്ലാ സാധനം, കളർ വീലുകൾ വരെ ഓരോ ക്ലാസ്സിനനുസരിച്ചിട്ടാണ്. ഇതിപ്പോൾ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു ഇഷ്ടപ്പെടില്ല. പുതിയ കാലഘട്ടത്തെ കുട്ടികൾക്ക് കുറച്ചുകൂടി കളർഫുൾ ആയിട്ട് അതെ, അത് എന്തുകൊണ്ടാ വെച്ചാൽ അതിൻ്റെ ഒരു മാറ്റം, ഈ പുതിയ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ആ മാറ്റം, അത് കൃത്യം അതിൽ വരെ റിസർച്ച് നടന്നിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുന്നത്. ഇപ്പോൾ ചരിത്രം നമുക്ക് പരീക്ഷ എഴുതി നമുക്കതിൽ ഡേറ്റും നടന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വിലയിരുത്താൻ പറ്റും. നിസ്കാരത്തെ നമുക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് അവതരിപ്പിക്കാൻ പറ്റും. വുളു എടുക്കുന്നതിനെ കുറിച്ച് നമുക്കിങ്ങനെ പറയാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ഉപപാഠ പുസ്തകങ്ങളിലെ ചില ജീവിത ചിട്ടകൾക്ക് നമ്മൾ എങ്ങനെയാണ് അവരെ മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ അത് ആ കുട്ടി അത് ഗ്രഹിക്കുന്നുണ്ട് എന്നൊരു പരീക്ഷയല്ലാതെ ഒരു മോണിറ്ററിങ്ങിന് ആ കുട്ടിയെ എങ്ങനെ വിധേയമാക്കാനുള്ള സംവിധാനമാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിൽ എനിക്ക് ഇതിൻ്റെ വർക്കിൻ്റെ അകത്ത് തന്നെ ഉദാഹരണം പറയുമ്പോൾ നമ്മളിവിടെ ഈ രണ്ടാമത്തെ പാഠം അവസാനിക്കുമ്പോൾ പറയുന്നത് കുട്ടികൾക്ക് രസകരമായി തോന്നുന്ന കാര്യങ്ങൾ നല്ലതും ചീത്തയും ഉണ്ട്, നല്ലത് തിരഞ്ഞെടുക്കുക. അങ്ങനെ വർക്ക് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. വീട്ടിൽ വെച്ച് വർക്ക് ചെയ്യാനുണ്ട്. സ്വാഭാവികമായിട്ടും ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് രാവിലെ എഴുന്നേറ്റുണ്ട്, എന്നിട്ട് ഉമ്മാനോട് പണം ചോദിച്ച് എഴുതാനുള്ളതൊക്കെ ഉണ്ട്. സ്വാഭാവികമായി ഇത് കുട്ടി എഴുതി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും.
പിന്നെ സ്വാഭാവികമായിട്ട് നമുക്കറിയാലോ, ഒരു കൃത്യമായ മാറ്റങ്ങൾ വരുമ്പോൾ ഒരു ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഇതിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ കുട്ടിയിൽ അത് ആ കുട്ടിയുടെ സ്വഭാവത്തിൽ നിന്നുണ്ടാകും, സ്വാഭാവികമായിട്ട് മാറ്റങ്ങൾ ഉണ്ടാകും. നേരത്തെ പറഞ്ഞ പോലെ ഏത് വിഷയങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ മാറ്റങ്ങളും കുട്ടികൾക്ക് പെട്ടെന്ന് നന്നായി മനസ്സിലാക്കുന്ന ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഉസ്താദുമാർ ഇതിൻ്റെ ആവശ്യമായ പരിശീലനമൊക്കെ ലഭിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മാറ്റങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. മാറ്റങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതിനനുസരിച്ച് പ്രചോദനം കൊടുക്കാൻ കഴിയും. പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ ശരിക്കും പറഞ്ഞു ഏതൊന്നിൻ്റെയും വിലയിരുത്തലാണല്ലോ ആ കുട്ടിക്ക് അത് നടന്നോ ഇല്ലെന്ന് മനസ്സിലാക്കുക. ഇത് നമ്മൾ ചോദ്യോത്തരം എഴുതുന്ന സംഭവമല്ല, ഇത് കുട്ടിക്ക് അസൈൻമെൻറ്റ് മോഡലാണ്. ഈ വർക്കുകൾ ചെയ്യുന്നു, ആ വർക്കുകൾക്ക് മാർക്ക് കൊടുക്കുന്നു, അതിൽ കുട്ടിയുടെ ജീവിതത്തിൽ എത്രത്തോളം പകരുന്നുണ്ട് എന്നുള്ളത് ഒരു കണ്ടിന്യൂസ് ഇവാലുവേഷൻ മോഡൽ. തുടർച്ചയായ 3 മാസക്കാലത്തെ അധ്യാപകൻ്റെ വിലയിരുത്തലിനാണ് ഈ പുസ്തകത്തിൽ മാർക്ക് കൊടുക്കുന്നത്, അല്ലാതെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കുട്ടിയിൽ എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളത് വിലയിരുത്തി കൊടുക്കുന്ന ഒരു മാർക്ക് പൂർണ്ണമായിട്ടും അത് അതിൻ്റെതായ അർത്ഥത്തിൽ തന്നെ ഉപയോഗപ്പെടുത്തും. ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ദുറൂസുൽ ഇസാന്റെ അനുബന്ധമായിട്ടാണ് ഈ ഉപപാഠ പുസ്തകം. അപ്പം പൊതുപരീക്ഷയ്ക്ക് 100 മാർക്കാണ്, പാദവാർഷിക പരീക്ഷ, അർദ്ധവാർഷിക, വാർഷിക പരീക്ഷയ്ക്ക് 50 മാർക്കിലാണ്. അപ്പോൾ ഒരു 10 മാർക്ക് ഈ ഉപപാഠപുസ്തകത്തിന് കൊടുക്കുക എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പക്ഷേ അത് മൂല്യനിർണ്ണയ സമയത്ത് കൃത്യമായി അതിൻ്റെ സർക്കുലറും കാര്യങ്ങളൊക്കെ അയക്കും. എന്ന് പറഞ്ഞാൽ കുട്ടി ഇത് ഉൾക്കൊണ്ടിരിക്കണം, അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഒരു ചെറിയ ഇവാലുവേഷൻ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. കഴിഞ്ഞ പരിശീലനം കഴിഞ്ഞ സമയത്തൊക്കെ പല പാരൻസ് നമ്മോട് പറഞ്ഞ അനുഭവങ്ങളുണ്ട്. ഈ നമ്മുടെ ഡിജിറ്റൽ കണ്ടൻറ്റ് ഇപ്പോൾ ഉളു ചെയ്യുന്നത് 3ാം ക്ലാസ് പഠിപ്പിക്കുന്നത് സ്കാൻ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഉളു ചെയ്യുന്നത് കണ്ടിട്ട് ഒരു TV ഒരു മദ്രസയിലേക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. അതായത് കണ്ട് ഇവരിലുള്ള മാറ്റങ്ങൾ, അതിലെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് TV എൻ്റെ എൻ്റെ ഉളു ശരിയാക്കിയതിന് എന്ന് വെച്ചാൽ എത്രയോ കാലങ്ങളായി ചെയ്തു വരുന്നതിലെ തെറ്റുകൾ സ്വാഭാവികമായിട്ടും എവിടെയൊക്കെ ചെറിയ പിന്നെ അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ അങ്ങനെ മിസ്റ്റേക്ക് വന്നതായിരിക്കാം. പക്ഷേ ഇപ്പോൾ അവർക്ക് കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അറിയുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ പൈസ പറഞ്ഞത് 4ാം ക്ലാസ് വരെ ഇത് രക്ഷിതാക്കൾക്കൊക്കെ ഡിജിറ്റൽ കണ്ടൻറ്റ് കാണാമായിരുന്നു. ഇപ്പോൾ റാഷി ചോദിച്ചത് ഇനി രക്ഷിതാക്കൾ എത്ര ഉണരണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇനി ഡിജിറ്റൽ കണ്ടൻറ്റ് രക്ഷിതാക്കൾക്ക് കാണാൻ കഴിയാത്ത രീതിയിലാണ്. മദ്രസയിൽ വെച്ചുകൊണ്ടാണ്, ഉസ്താദ്മാർ അധ്യാപനത്തിൻ്റെ കൂടെയാണ് നടക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മളിതൊരു നേരത്തെ പറഞ്ഞതുപോലെ ഒരു ധാർമ്മികപരമായ ഒരു മാറ്റങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും കൂടെ നിൽക്കേണ്ടവരാണ് രക്ഷിതാക്കൾ. അത് മറ്റൊരു ഭാഗമല്ല. ഉസ്താദായാലും മാനേജ്മെൻ്റ് ആയാലും ശരിക്ക് മതവിദ്യാഭ്യാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മതം പഠിപ്പിക്കുക, ഖുർആൻ പഠിപ്പിക്കുക എന്നുള്ളത് അത് രക്ഷിതാവിൻ്റെ ചുമതലയാണ്. അതിന് നമ്മൾ മറ്റൊരു മാർഗ്ഗമായി മദ്രസയെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് മദ്രസയിൽ ചേർത്തി എന്നുള്ളതുകൊണ്ട് മാറി നിൽക്കാൻ കഴിയില്ല. കൂടെ നിന്നുകൊണ്ട് നമ്മളെപ്പോഴും രക്ഷിതാക്കളോട് പറയുന്നതാണ്, നിങ്ങളിതിന് വേണ്ടി വേറെ കുറേ എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പാഠപുസ്തകം ഒരു തവണ വായിക്കുക, ആ കണ്ടൻറ്റ് ജീവിതത്തിൽ കൊണ്ടുവരിക. ഇപ്പം നമ്മളിപ്പോൾ ദുറൂസുൽ ഇസാൻ പഠിപ്പിക്കുന്നു, സലാം പറയണം. അപ്പോൾ അയൽവാസിയെ കാണുമ്പോൾ സലാം പറയുന്നു. അതിലധികം ഒന്നും കുട്ടിയെ പഠിപ്പിക്കാൻ രക്ഷിതാക്കൾ ഇടപെടേണ്ട ആവശ്യമില്ല. അയൽവാസിയാവുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ സുഹൃത്തിന് എന്തെങ്കിലും ഒരു അസുഖം വരുന്ന സമയത്ത് പണം കൊണ്ടോ മറ്റോ സഹായിക്കുന്നു. നമ്മുടെ തൊട്ടടുത്ത് അല്ലെങ്കിൽ കുടുംബത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുന്നു. അവിടെ ഒരു കുട്ടിയുടെ പിതാവ് അതിൽ കാര്യമായി ഇടപെട്ടിരുന്നെങ്കിൽ സ്വാഭാവികമായി കുട്ടി, ഞാൻ മദ്രസയിൽ നിന്ന് പഠിച്ചത് സ്വാഭാവികമായിട്ട് എൻ്റെ ഉപ്പ ചെയ്യുന്നു, കൂടെ ഞാനും ചെയ്യേണ്ടതാണ്. ഉമ്മ ചെയ്യുന്നു, ഞാനും ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ സാധാരണ പറയുന്നൊരു വാക്കുണ്ട്, അധ്യാപകൻ മദ്രസയിൽ നിന്ന് പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ആദ്യമായി ഒരു രക്ഷിതാവ് ചെയ്യേണ്ട ഈ പുസ്തകങ്ങൾ വായിച്ച് പഠിക്കണം. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഈ പുസ്തകത്തിൻ്റെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ചർച്ച നടക്കുന്ന സമയത്ത് ഞാനൊരു സ്ഥലം പോയ സമയത്ത് ആ വീട്ടിൽ നിന്ന് പിന്നെ അവളുടെ സുഹൃത്താണ് എന്നോട് ചോദിച്ചു, ഒരു രഹസ്യം ചോദിക്കാണ്ടെന്നാണ്. ഞാൻ ഫൈസോട് നേരത്തെ പറഞ്ഞ വിഷയമാണ്. അപ്പോൾ എന്ത് ചോദിച്ചു, എന്നോട് പറഞ്ഞു പുതിയ പുസ്തകങ്ങളൊക്കെ അറബിയിൽ വരുന്നു എന്ന് കേൾക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു അങ്ങനെയില്ല, അപ്പോൾ എന്തെങ്ങനെ ചോദിക്കാൻ അങ്ങനെ? അപ്പോൾ പറയാണ് ഭാര്യ ആകെ ബേജാറിലായിരുന്നു. അറബി വന്നാൽ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, മാത്രമല്ല അത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് മലയാളത്തിൽ അല്ലെങ്കിൽ അറബി മലയാളത്തിലായാൽ രക്ഷപ്പെട്ടിരുന്നു എന്ന് ചിന്തിക്കുന്നിടത്ത് രക്ഷിതാക്കളുണ്ട്. തീർച്ചയായും അവർ കൂടെ ഉണ്ടാകും. ഇപ്പം നമുക്ക് 2 വിഷയങ്ങൾ പ്രധാനമായിട്ട് ഇനി വരുന്ന ലിസാനുൽ ഖുർആനാണ്. കുറച്ച് മുഴുവനായിട്ട് അറബി വരുന്നതാണ്. പക്ഷെ നമ്മൾ 2 മുതൽ 4 വരെയുള്ള കണ്ടന്റ് കൊടുത്ത സമയത്ത് പറഞ്ഞിരുന്നു, 2 to 4 വരെയുള്ളത് ഒരാൾ തുടക്കം മുതൽ ഒടുക്കം വരെ വെറുതെ ഒന്ന് വായിച്ചു പോയാൽ തന്നെ അറബി ഭാഷ എത്ര ലളിതമാണ് എന്ന് അതൊന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പം നമ്മൾ 5 മുതൽ 8 വരെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. കുറച്ചുകൂടെ ഗ്രാമർ പാർട്ടുകൾ കൂടി ഉൾപ്പെടുത്തി എന്ന് വെച്ചാൽ അതിന് കൂടി പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലാണ് 5 മുതൽ 8 വരെ വന്നത്. അതിലും നിയമങ്ങൾ പഠിക്കുന്ന ക്ലാസ് വരുന്നത് 7-8ലേക്കാണ്. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ 2 മുതൽ തന്നെ നിയമങ്ങളൊക്കെ പറഞ്ഞു വന്നിടത്തുനിന്ന് 7ാം ക്ലാസ് എത്തുന്ന വരെ കുട്ടി സംസാരിച്ചാൽ മതി.
7ൽ എത്തുന്ന ഒരു കുട്ടിയാണ് പിന്നീട് നിയമങ്ങളിലേക്ക് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനൊക്കെ തുടങ്ങുന്ന ഒരു പ്രായത്തിലാണ് എത്തിക്കുന്നത്. അപ്പോൾ അറബി ഭാഷാ പഠനം പോലും വളരെ എളുപ്പമാക്കുന്ന രീതിയിൽ നമ്മുടെ ലിസാനുൽ ഖുർആൻ മാറിയിട്ടുണ്ട്. ഒപ്പം താരീഖ് അല്ല, അതിൽ ഈ അറബി വിഷയത്തിൽ തന്നെ എന്താ വെച്ചാൽ ചിലപ്പോൾ നേരത്തെ റാഷി പറഞ്ഞ പോലെ രക്ഷിതാക്കളെ സംബന്ധിച്ചൊരു ചെറിയ പ്രയാസം ഉണ്ടാവും. അപ്പം അതിൻ്റെ അകത്ത് തന്നെ പ്രധാനപ്പെട്ട എന്നല്ല, പ്രയാസപ്പെടും എന്ന് തോന്നുന്ന വാക്കുകൾക്ക് അവിടെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. ഖുർആനിലും ഫിഖ്ഹിലും ഓരോ പാഠത്തിന് അവസാനം തന്നെ കൊടുത്തിട്ടുണ്ട്. ആ പാഠത്തിന്റെ അവസാനത്തിൽ തന്നെ ആ ഒരു വാക്ക് രക്ഷിതാക്കൾക്ക് ആശങ്ക ഉണ്ടാവില്ല. പക്ഷെ നമ്മളിപ്പോൾ AI ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ കംപ്ലീറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. എന്നതുപോലെ ഒരു കുട്ടിക്ക് ഒരു മദ്രസയിലെ പാഠഭാഗത്തിൽ ഇപ്പോൾ ഒരു സംശയം വരികയാണെന്നുണ്ടെങ്കിൽ അത് ദൂരീകരിക്കും. ഇപ്പോൾ AI ഉസ്താദ് നമ്മുടെ എക്സ്പോയിലുണ്ടായിരുന്ന ഒരു പ്രത്യേകതയായിരുന്നു. അതുപോലൊരു ആപ്ലിക്കേഷൻ കുട്ടികൾക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ മൊബൈലൊക്കെ കുട്ടികൾ ഉപയോഗിക്കുന്ന ഒരു കാലം കൂടിയാണ്. അങ്ങനെ ഒരു പരിശ്രമം സംസ്ഥയുടെ ഭാഗത്തുനിന്നുണ്ട്. ഈ പാഠ്യപദ്ധതികൾ അങ്ങനെയാകുമ്പോൾ ഈ പറഞ്ഞ അറബിയൊക്കെ രക്ഷിതാക്കൾക്ക് കൺഫ്യൂഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഫോട്ടോ എടുത്ത് ചോദിക്കുന്ന അങ്ങനെ ഒരു സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കാൻ പറ്റില്ലേ? ഇൻഷാ അല്ലാഹ് രക്ഷിതാവ് എന്നുള്ളവർക്കായിരിക്കും ഏതായിരുന്നാലും അൽഹംദുലില്ലാ നമ്മൾ സംസ്ഥാനം തന്നെ ഒന്നും അപ്രാപ്യമുള്ള ഒരു സംവിധാനമല്ല. അൽഹംദുലില്ലാ ഈ കാലഘട്ടത്തിനനുസരിച്ച് ഇങ്ങനെ അതൊക്കെ ആവശ്യമായിരുന്നു നമ്മൾക്ക്. അതൊക്കെ ഒപ്പം തന്നെ നമ്മുടെ ഓൺലൈൻ മദ്രസ അതും ഒരു മാതൃകയാണ്, ലോകത്തിന് മാതൃകയാണ്. ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് കുട്ടികൾ അത് പഠിക്കുന്നു. വളരെ സാധാരണ ഒരു ഓൺലൈൻ മദ്രസയിൽ അപ്പുറം ഒരു ക്ലാസ്സിൻ്റെ ഒരു ഗുരുമുഖത്ത് നിന്ന് പഠിക്കുന്ന ഒരു ഫീലിങ്സ് നൽകിക്കൊണ്ടുള്ള ഒരു ഓൺലൈൻ പഠനമാണ്. അപ്പം ഇൻഷാ അല്ലാഹ് റാഷിന്റെ അഭിപ്രായം നമുക്ക് റാഷി വേറെ മദ്രസയെ പഠിക്കുന്ന സംബന്ധിച്ചിടത്തോളം, കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഗൈഡായിട്ട് ഉസ്താദുണ്ട്. സംശയം ചോദിക്കേണ്ടത് ആരോടാണ്? ഉസ്താദിനോടാണ്. സ്വാഭാവികമാണ്. നമ്മൾ നേരത്തെ നമുക്ക് അറിയുന്നതാണ്, മതവിദ്യാഭ്യാസം നേടേണ്ടത് ഒരു ഗുരുമുഖത്തിൽ നിന്ന് നേടണം എന്നാണല്ലോ സ്വാഭാവികമായിട്ട്. പിന്നെ മദ്രസ കഴിഞ്ഞ ആളുകൾക്ക് വേണ്ടി അല്ല, ഇങ്ങനെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു യാത്ര പോയ സമയത്ത് ഒരു ഫിഖ്ഹിയായ ഒരു വിഷയം സംബന്ധിച്ച് ഒരു ഉസ്താദിനെ ഞങ്ങൾ വിളിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ അങ്ങനെയാണല്ലോ, സമയം കുറവാണല്ലോ, മുതിർന്ന ആളുകൾക്ക് വേണ്ടി അങ്ങനെ പ്രൊവൈഡ് ചെയ്യാം. നമ്മൾ നേരത്തെ മാഷ് പറഞ്ഞല്ലോ, ഇൻഷാ അല്ലാഹ് ഈ ചർച്ചയിൽ ഒരു തുടക്കമാവട്ടെ. മാത്രമല്ല നമ്മളെ ഉസ്താദന്മാർ പറയുന്നത്, ഇപ്പം നമ്മളെ ഉസ്താദന്മാർ അവർ അക്കാര്യത്തിൽ എത്രമാത്രം സൂക്ഷ്മത പുലർത്തുന്നതാണ്. തെറ്റിദ്ധരിപ്പിക്കാനും സാധ്യത. പുതിയ തലമുറ പരിപൂർണമായിട്ടും ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് പോവാണ്. ആ കുട്ടിയുടെ വീട്ടിലിരുന്നുണ്ടെങ്കിൽ പഠനം കിട്ടും, ഇൽമ് കിട്ടും. പക്ഷെ ഒരു ഗുരുമുഖത്ത്, അതാണ് ഇസ്ലാമിന്റെ പാരമ്പര്യം. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ പഠിച്ചിട്ടുള്ളത് നേരിട്ടുള്ള പഠനമായിരുന്നു. ആ പഠനം അതിന്റെ അടിസ്ഥാനമാണ്. അതൊരു കാരണത്താൽ അതിന് പോരായ്മ, വീക്ക്നെസ് ഉണ്ടായിക്കൊണ്ടുള്ള ഒരു പഠനം നമ്മുടെ ആലിമികൾ അംഗീകരിക്കുന്നില്ല. എന്നാലും ഈ സാധ്യതകളൊക്കെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. അതാണ് പറഞ്ഞ തർബിയത്തും തസ്കിയത്തും നടക്കണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു നമ്മൾ AI കുറിച്ച് പറയുമ്പോഴും പറയാതെ ഇൻഫർമേഷനേ കിട്ടുള്ളൂ, നോളേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഉസ്താദ് തന്നെ ആവശ്യമാണ്. അത് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ പുസ്തകങ്ങൾ ഉണ്ടാക്കുമ്പോഴും ഡിജിറ്റൽ കണ്ടന്റ് ഉണ്ടാക്കുമ്പോഴൊക്കെ ഉസ്താദുമാരുടെ നിർദ്ദേശം ഒരു ഉസ്താദിൻ്റെ സാന്നിധ്യത്തിലല്ലാതെ ഇത് പഠിപ്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സംഭവം. അവസാനമായിട്ട് നമ്മളിപ്പോൾ പുതിയ കാലഘട്ടമാണ്, പലതരത്തിലുള്ള ടെക്നോളജി വരികയാണ്, AI പോലെ, അതുപോലെ തന്നെ മറ്റു പല സാങ്കേതികതകൾക്ക് പിറകിലും പുതിയതിനെ തേടി പുതിയ തലമുറ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ഈ ഒരു തലമുറയിലേക്ക് ധാർമ്മിക മൂല്യങ്ങളോട് കൂടി അവരെ ചിന്തിപ്പിക്കാനും അതിലൂടെ ഓരോ കാര്യങ്ങളെയും സമീപിക്കുവാനുമുള്ള കുട്ടികൾ അവരെ ക്യാച്ച് ചെയ്യാൻ മറ്റു പല ഗ്യാങ്ങുകളോ അല്ലെങ്കിൽ സംവിധാനങ്ങളൊക്കെ പുറത്തുണ്ട്. കുട്ടികൾ പെട്ടെന്ന് അവരുടെ ഒരു പ്രായം കൊണ്ടോ ചോരത്തിളപ്പം കൊണ്ടോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ചിലപ്പോൾ അങ്ങോട്ട് വഴി പേച്ചു പോകുന്ന അല്ലെങ്കിൽ പേപ്പിക്കാൻ ആളുണ്ടാകുന്ന. അപ്പോൾ അവിടെ ആ കുട്ടിക്ക് യഥാർത്ഥ ഒരു ദിശ കിട്ടാൻ നമുക്ക് പുതിയ കാലഘട്ടത്തിനനുസരിച്ച് എന്ത് മെക്കാനിസം നമുക്ക് ആ കുട്ടികളുടെ മുമ്പിലേക്ക്, ഇപ്പോൾ ചില ആളുകൾ ചില കലകൾ ഉപയോഗിച്ച് ആളുകളെ ആകൃഷ്ടരാക്കുന്നുണ്ട്, ചില സാങ്കേതികതകൾ ഉപയോഗിച്ച് ആകൃഷ്ടരാക്കുന്നു. പക്ഷെ എന്ത് വന്നാലും ഈ ഒരു തനതായ ഇസ്ലാമിക രൂപത്തിനകത്ത് നിന്നുകൊണ്ട് അവരെ കൂടുതൽ ഇതിലേക്ക് ആകർഷിക്കാനുള്ള ഒരു മെക്കാനിസം പുതിയ കാലത്ത് നമുക്ക് എന്താണ്, ഈ ചർച്ചയിൽ അത് അനിവാര്യമാണെന്ന് തോന്നിയത് കൊണ്ട് മാത്രം മുന്നോട്ട് വെക്കുന്നതാണ്. നമുക്കങ്ങനെ എന്താണ് ഒരു ഐഡിയ നമ്മുടെ മുമ്പിലുള്ളത്, അല്ലെങ്കിൽ ഭാവിയിൽ നമ്മൾ എന്ത് കാണേണ്ടതുണ്ടോ? ഒന്ന്, നമ്മൾ MD ഉസ്താദ് പറയുന്ന പോലെ തന്നെ ഡോക്ടർ നന്നാവുക എന്ന് പറയാറുണ്ട്. റോൾ മോഡലാകുന്ന ഒരു ഉസ്താദ് ഉണ്ടായിരിക്കുക, റോൾ മോഡലാകുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതുള്ള കാലത്തോളം ഇത് നിലനിൽക്കുന്നു തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു ആളെ കണ്ടിട്ട്, ഒരു വ്യക്തിയെ കണ്ടിട്ട്, ഒരു സിസ്റ്റത്തെ കണ്ടിട്ട് തന്നെയാണ് അതിൻ്റെ ബാക്കിയുള്ള തലമുറകൾ വളർന്നു പോകുന്നത്. ഇപ്പം ഞാൻ ഒരു ഉസ്താദ് ആകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരാളെ മോഡലാക്കുന്നുണ്ടെങ്കിൽ ആ ആളിലുള്ള ക്വാളിറ്റികൾ കണ്ടിട്ടായിരിക്കണം.
അങ്ങനത്തെ ഒരു തലമുറ ഇവിടെ ഉള്ള കാലത്തോളം അതിൻ്റെ തുടർച്ച നല്ല ഉണ്ടായിരിക്കും. സഹവാസങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സമസ്തയെ സംബന്ധിച്ചിടത്തോളം Yes. പിന്നെ SKSBV സമസ്തയുള്ള സുന്നി ബാലവേദി അത് നമ്മുടെ മദ്രസയിലെ ഉസ്താദുമാർ പ്രായമാകുമ്പോഴേക്കും നടക്കുന്ന അതെ. കുട്ടികളുടെ സംഘടനയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ടൊക്കെ അവർക്ക് അവയർനെസ് കൊടുക്കാനും അവരുടെ കൂട്ടായ്മയെ വിപുലപ്പെടുത്താനും വളരെ മനോഹരമായി നേരത്തെ റാഷി പറഞ്ഞതുപോലെ അവരെ കൂടി താല്പര്യപ്പെടുന്ന രീതിയിലുള്ള ക്യാമ്പുകളൊക്കെ നടത്താൻ ഈ അധ്യയന വർഷം നടത്താൻ വേണ്ടി അതിന് നേതൃത്വം വഹിക്കുന്ന നമ്മുടെ ഉസ്താദുമാരാണ്. ജമിയത്തുൽ മുഅല്ലിമീൻ അതിൻ്റെ ഉസ്താദുമാരാണ്. സ്വാഭാവികമായിട്ട് ആളുകളുടെ തെറ്റിലേക്കും മറ്റൊക്കെ വഴിതെറ്റുന്നത് നേരത്തെ പറഞ്ഞ ഒരാളും മനഃപൂർവ്വം ചെയ്യുന്ന കാര്യമല്ല. അവൻ്റെ കൂട്ടുകാർ അല്ലെങ്കിൽ സഹപാഠികൾ അവൻ ഇടപെടുന്ന മേഖല, പ്രത്യേകിച്ച് കുട്ടികളിൽ സൂയിസൈഡൊക്കെ വളരെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. കാരണം പെട്ടെന്ന് മെൻ്റൽ ഡിപ്രഷനൊക്കെ വരുന്ന സാഹചര്യം. അപ്പോൾ അവരൊക്കെ ചേർത്ത് പിടിക്കുക, അങ്ങനെയാണല്ലോ നമ്മളൊക്കെ ഇങ്ങനെ കൂട്ടി പിടിക്കുക എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഒരു വലയത്തിനുള്ളിലേക്ക് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ സമസ്ത 1993 ഷംസുലുമ്മയുടെയൊക്കെ ജീവിതകാലത്താണ് SBV രൂപീകരിക്കുന്നത്. അപ്പോൾ അന്നത്തെ ഉസ്താദുമാരുടെ ദീർഘവീക്ഷണമാണ്. അപ്പോൾ അതുകൂടി ശക്തിപ്പെടുത്തി എന്നാൽ ഇവരെയൊക്കെ ചേർത്തി പിടിച്ച് നമ്മുടേതായ എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഫസ്റ്റ് പറഞ്ഞിടത്തേക്ക് തന്നെ എന്ന് വെച്ചാൽ ദീൻ പഠിക്കുന്നു, ധാർമ്മികത പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പറയപ്പെടുന്ന സമൂഹത്തിലെ ഏറ്റവും നല്ല മനുഷ്യനായി ജീവിക്കാൻ കഴിയുന്നുള്ളതാണ്. അപ്പോൾ അവരെ ചേർത്തി പിടിച്ച് കൊണ്ടുപോകാനുള്ള പുതിയ ഞാൻ പറയുന്നത് നല്ല നമ്മൾ കേരളം എന്ന് പറയുമ്പോൾ ഒരു കൊച്ചു സംസ്ഥാനം, ഇവിടെയുള്ള ഈ ദീനീയ അന്തരീക്ഷം സമസ്ത അത് നൽകിയിട്ടുള്ള സംഭാവന, ഇത് സമസ്ത എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നതിന് ഉത്തരം ഇത് തന്നെയാണ്. ഈ കേരളീയ സമൂഹ ഉമ്മത്ത് അത് ആ ദീനി ചിട്ടയിൽ ആ ധാർമ്മിക ബോധത്തോടു കൂടി അവരുടെ ജീവിതം ചിട്ടപ്പെടുത്തി ലോകത്തിന് തന്നെ ഒരു ധാർമ്മിക രംഗത്ത് ഒരു മാതൃകയായി ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുത്തു എന്നുള്ളത് അതിലും വലിയ സംഭാവന എന്താ ചെയ്യാനുള്ളത്? അതിൽ മദ്രസ സംവിധാനം വഹിച്ചിട്ടുള്ള പങ്ക് ഞാൻ പറഞ്ഞില്ല, 11,103 മദ്രസ നടത്തുക എന്ന് പറഞ്ഞാൽ ലോകത്തിന് ചിന്തിക്കാൻ കഴിയുമോ? അറബ് രാജ്യങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? നമ്മുടെ സമ്മേളനത്തിൽ അറബി പ്രമുഖരൊക്കെ വന്നു. ഇവിടുത്തെ സംവിധാനം, ദീനി അന്തരീക്ഷം, ഈ സമ്മേളനം, ഇവിടെയുള്ള കലാലയങ്ങൾ, മദ്രസ സംവിധാനം, അവർ അത്ഭുതം കൂടിയാണ്. അജബൻ എന്ന് ചോദിക്കുകയാണ്. അതൊരു ചെറിയ കാര്യമല്ലല്ലോ. നമ്മൾ ഈ വർഷത്തെ പുസ്തകത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പുസ്തകം തയ്യാറാക്കിയൊരു ടീമാണെന്നുള്ളതാണ്. 3 കുറയാത്ത അംഗങ്ങളുള്ള വിദഗ്ധരായ ആളുകളുടെ ടീമാണ് പുസ്തകം തയ്യാറാക്കുന്നത്. എന്നതിന് ശേഷം അതിന് വളരെ വിദഗ്ധരായ ആളുകൾ പരിശോധന നടത്തുന്നു. പ്രത്യേകിച്ച് നമ്മളെ പഴമ വിട്ടുപോകാതിരിക്കാനും നമ്മൾ ആധികാരികത ഉറപ്പുവരുത്താൻ വേണ്ടി വളരെ സൂക്ഷ്മമായ പരിശോധനയാണ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. KP അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന് പറയുന്ന സംസ്ഥയുടെ നേരത്തെയുള്ള കാര്യങ്ങൾ നേതൃത്വം വഹിക്കുന്ന അദ്ദേഹം വളരെ കണിശമായ പരിശോധന കാര്യത്തിലൊക്കെ നടത്തിയത്. ആളുകൾ നമ്മൾ ഇരുത്താൻ ചെന്ന അലിമികൾ കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് നമ്മളിത് പുറത്തിറക്കുന്നത്. അത് മാഷ ആദ്യം പറഞ്ഞൊരു വാക്കുണ്ട്, റാഷി ശ്രദ്ധിച്ചോ അറിയില്ല. പിന്നെ പുസ്തകങ്ങൾ മാറുക എന്നുള്ളത് കുട്ടികൾക്കനുസരിച്ചുകൊണ്ട് കണ്ടന്റ് മാറുന്നില്ല. 1951 സമസ്ത വിദ്യാഭ്യാസ ബോർഡ് ആശയങ്ങളും ആദർശങ്ങൾക്കും മാറ്റങ്ങളില്ല. മറ്റു ചില ബോർഡുകളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അടുത്ത കഴിഞ്ഞ പതിപ്പിലുള്ളതായിരിക്കൂല പുതിയ പതിപ്പിൽ വരിക. നമ്മൾ സമസ്തയുടെ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉണ്ടാവില്ല. എന്താണോ പണ്ട് പഠിപ്പിച്ചത് വെച്ചാൽ അത് പാരമ്പര്യമായി അതിനെ പുതിയ ഒരു കാലഘട്ടത്തിന്റെ ഒരു മെക്കാനിസം ടെക്നോളജി മാറ്റം ഉണ്ടാവും. അതെ, കുട്ടികളെ അറിയുന്നു, അവർക്കനുസരിച്ചുകൊണ്ട് ഇതിന്റെ കൺസെപ്റ്റ് മാറുന്നു. നേരത്തെ നമ്മൾ പാരഗ്രാഫൊക്കെ വെച്ച് പഠിപ്പിച്ചത്, വലിയ ഖണ്ഡികൾ പഠിപ്പിച്ചത്, അത് വളരെ ചെറിയ ചെറിയ പോയിന്റുകളായി പഠിപ്പിക്കുന്നു. കൂടെ അധ്യാപകർക്ക് പുസ്തക സഹായം കൊടുക്കുന്നു, ഡിജിറ്റൽ കണ്ടന്റ് കൊടുക്കുന്നു. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമാകുന്നു എന്നേ ഉള്ളൂ. വിഷയങ്ങളൊക്കെ ഒന്നും എല്ലാ ക്ലാസ്സിലും ഹാൻഡ് ബുക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ടെക്സ്റ്റ് കുട്ടികൾക്ക് അധ്യാപകർ ഇത് ഹാൻഡ് ബുക്ക് ഉപയോഗിച്ച് കൃത്യമായി പ്രിപ്പയർ ചെയ്ത ശേഷമായിരിക്കണം ഇവര് പുസ്തകം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അവർക്ക് ആവശ്യമുള്ള സഹായങ്ങൾ അതിനകത്ത് അധികം വായനകളൊക്കെ അതിനകത്ത് കൊടുത്തു. നമ്മൾ താരീഖിൻ്റെ ഒരു ഉദാഹരണം പറയാം. താരീഖിൽ ഇപ്പോൾ ബദർ യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ ബദറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവം പഠിപ്പിക്കുമ്പോൾ അതിലെന്തിനാണ് അധ്യാപകൻ ഊന്നൽ കൊടുക്കേണ്ടത്, ആ വിഷയത്തിൽ നിന്ന് കിട്ടുന്ന നെതീജ എന്താണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ടാകുക ഹാൻഡ് ബുക്കിലാണ്. നമ്മൾ ആ ഹിസ്റ്ററി കൃത്യമായിട്ട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടാകും. അതെങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത്, എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, എപ്പോഴാണ് അവസാനിപ്പിക്കേണ്ടത്, എത്ര പീരീഡ് കൊണ്ടാണ് എടുക്കേണ്ടത്, അതിലെന്തൊക്കെ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, ഇതെല്ലാം മനസ്സിലാക്കുന്നത് ഹാൻഡ് ബുക്കിൽ നോക്കിയിട്ടാണ്. ഇപ്പോൾ ലിസാനുൽ ഖുർആൻ നമ്മൾ നേരത്തെ പറഞ്ഞു, പാഠം തുടങ്ങേണ്ടത് എങ്ങനെയാണ്, അതിൻ്റെ ഘട്ടങ്ങൾ എന്താണ്, എല്ലാം കൃത്യമായി വിശദീകരിച്ച വിശാലമായ ഹാൻഡ് ബുക്ക്. ഒരു ഉസ്താദ് ഒരു തവണയെങ്കിലും അത് വായിച്ചതിന് ശേഷം മാത്രം പോയാലേ. ഇപ്പോൾ ഫിഖയിലൊക്കെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ് എടുക്കുമ്പോൾ തമാശ രൂപത്തിൽ പറയാറുണ്ട്, ഒറ്റയടിക്ക് പോയിട്ട് പുസ്തകം എടുത്താൽ നിങ്ങൾ 1 മിനിറ്റ് കൊണ്ട് പാടെടുക്കൽ കഴിയും. അതിൽ പറയാനുള്ള കണ്ടന്റുകൾ മുഴുവനും നമ്മൾ കൊടുത്തിട്ടുള്ളത് ഹാൻഡ് ബുക്കിലാണ്. നിങ്ങളത് നോക്കിയിട്ട് തന്നെ പറയണം. ആ രീതിയിൽ വളരെ വിശാലമായി ഉസ്താദുമാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഹാൻഡ് ബുക്ക് തയ്യാർ ചെയ്തിട്ടുള്ളത്. അതും ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പിന്നെ മുസാഹിഫിലും നമ്മൾ മാറ്റം വരുത്തിയല്ലോ. കാരണം സാധാരണ മുൻകാലങ്ങളിലൊക്കെ 5 ജ്യൂസ് 10 ജ്യൂസ് 15 ജ്യൂസ് 30 ജ്യൂസ് ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഓരോ ക്ലാസ്സിലേക്ക് ആവശ്യമായിട്ടുള്ള ഖുർആൻ പഠനത്തിൻ്റെ കാര്യങ്ങൾ മാർക്ക് ചെയ്ത് മുസാഹിഫിൽ
2 ജുസ് 5 ജുസ് അതോടൊപ്പം തന്നെ 10 ജുസ് 15 ജുസ് 30 ജുസ് അങ്ങനെ പാർട്ട് ചെയ്തു. അത് തജ്വീദിന്റെ നിയമങ്ങളൊക്കെ അതിൽ അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മാതൃകാപരമായ രീതിയിലുള്ള പ്രത്യേകമായിട്ടുള്ള മുസഹഫ് തന്നെ അതും ഈ വർഷം കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ 5ാം ക്ലാസ് വരെ ഇപ്പൊ നമ്മള് അല്ലെ ഹിഫുദിന്റെ ഭാഗം നമ്മൾ ഹിഫുദിന്റെ ഭാഗം എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഭാഗം തന്നെ കൊടുത്ത് അത് ചില ഒരു കുട്ടിക്ക് അത് കണ്ടാൽ തന്നെ അവർ ഈ വർഷം പഠിക്കേണ്ടുന്നത് എന്തൊക്കെയാണ് കൃത്യമായിട്ട് 2ാം ക്ലാസ്സിൽ QR കോഡ് ഉണ്ട്. 2ാം ക്ലാസ്സിൽ ഖുർആൻ കേൾക്കുന്ന രീതിയിൽ നമ്മൾ അതിന്റെ അവസാന പേജിൽ QR കോഡ് സ്കാൻ ചെയ്താൽ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ മറ്റു വിഭാഗങ്ങളുടെ മദ്രസകളൊക്കെ എന്തായാലും ഇപ്പൊ ഒന്നും ഞാൻ പറഞ്ഞില്ല തുടക്കത്തിൽ തന്നെ. കാരണം ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള വിദ്യാഭ്യാസ ബോർഡ് സമസ്ത വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപുസ്തകങ്ങളാണ്, ആ സംവിധാനമാണ്. ഞാനിതൊക്കെ കേട്ടപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ഈ സംസ്ഥയെക്കുറിച്ച് പലപ്പോഴും പല വിമർശകരും പറയുന്ന കാര്യം ഒരു പഴഞ്ചന്മാരാണ്, ഉസ്താദുമാരാണ്, അവർക്ക് വലിയ ലോകത്തെക്കുറിച്ച് വലിയ കാഴ്ചപ്പാടൊന്നും ഇല്ല. പക്ഷെ നമ്മൾ സമ്മേളനം തന്നെ എടുത്ത് ഇങ്ങോട്ട് വന്നാൽ ഇപ്പോൾ ഈ പുസ്തകത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ശരിക്കും ലോകത്തിന് മുൻപിൽ അത്ഭുതങ്ങൾ നമ്മളിങ്ങനെ പുതുതായിട്ട് കാണിച്ചു കൊടുത്തു. നമ്മൾ കൊട്ടി ഘോഷിക്കുന്നില്ല, കൊട്ടി ഘോഷിക്കുന്നു, പറഞ്ഞു വെച്ചു, അങ്ങനെ തുടർന്ന് ആളുകളങ്ങ് പറഞ്ഞു വെച്ചു, പ്രതികളാരെ പറഞ്ഞു വെച്ചായിരിക്കാം, പിന്നെ അതങ്ങനെ ഏറ്റേറ്റ് പറഞ്ഞു പോകുന്നത്. അവരോട് നമുക്ക് പറയാനുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമാണ്. ഏതായാലും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, ഞങ്ങളെ കേൾക്കുന്നവരെ, ഏറ്റവും ആധുനികമായി ഏറ്റവും അനിവാര്യമായി ഒരു കുട്ടി എന്ത് പഠിക്കണം, അവനെ എന്ത് പഠിപ്പിക്കപ്പെടണം എന്നത് സംബന്ധിച്ചൊക്കെ കൃത്യമായ അടയാളപ്പെടുത്തലുകൾ സമസ്തയുടെ പാഠ്യ പദ്ധതികളിൽ ഉൾപ്പെടുത്തി സമസ്ത കാലത്തോടൊപ്പം അതിൽ തന്നെ എന്നാൽ എന്താണോ തനതായ ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങൾ അതിലൊട്ടും വെള്ളം ചേർക്കാതെ കൃത്യമായി പുതിയ കാലഘട്ടത്തിനനുസരിച്ച് കുട്ടികൾക്ക് ഏറ്റവും ലളിതമായി ഗ്രഹിക്കാൻ കഴിയുന്ന രീതിയിൽ പാഠ്യപദ്ധതി വിദ്യാഭ്യാസ ബോർഡും സമസ്തയും പരിഷ്കരിച്ച് പൊതുസമൂഹത്തിന് മുൻപിലേക്കും വിദ്യാർത്ഥികളുടെ മുൻപിലേക്കും അവതരിപ്പിക്കുകയാണ്. ഇരു കൈയും നീട്ടി നിങ്ങളിത് സ്വീകരിക്കും. വലിയ മാറ്റങ്ങൾ ഇതുമൂലം നമ്മുടെ വിദ്യാർത്ഥികളിലും നമ്മുടെ മതപരമായ സാമൂഹ്യപരമായ ഉത്തരവാദിത്തങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നന്ദി.